ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്തോ എന്താ പറ്റിയേ? എന്നാലേ അടുക്കള പണി ഞങ്ങൾക്കും വഴങ്ങുന്നതേ ഇപ്പൊ ഞാനിവിടെ തെളിയിക്കാൻ പോവാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഹങ്കാരത്തോടെ പറയണതേ. അതെ, ഈ ജയ് വെല്ലുവിളിയും ഒക്കെ അവസാനിച്ചെങ്കിൽ ഈ കേക്ക് ഒന്ന് എടുക്കൂ. ഈ പറഞ്ഞൊക്കെ അതിലും കാണുമല്ലോ. പിന്നെ നല്ലതാണെങ്കിൽ ഞാനൊരു 3-4 കേക്കിന്റെ ഓർഡർ തരാം. കേക്ക് എടുക്കച്ചാ, അമ്മ ഒന്ന് കാണട്ടെ. ഓർഡർ ഞാൻ സ്വീകരിച്ചിരിക്കുക, പക്ഷെ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കാനൊന്നുമല്ല. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാ ഇതൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കുറച്ച് മെനക്കെടണം. ഞാൻ മെനക്കെട്ടു, അതിനുള്ള ഫലം നമുക്ക് കിട്ടി. കേക്ക് ഇതുവരെ കാണിച്ചില്ല. കാണിക്കത് കാണിക്കേ മക്കളെ, നാളെ ഈ കേക്ക് നിങ്ങളുടെ സ്കൂളിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കും. അല്ല, ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി തരാൻ പറയൂ. അങ്ങനെ പറഞ്ഞ അച്ഛന് തീരെ സമയമില്ലെന്ന് പറഞ്ഞേക്കണേ. തുറക്കട്ടെ ജയശ്രീ? മക്കളെ തുറക്കാൻ പോവാണ്. എടുക്കട്ടാ? എടുക്കച്ചാ വേഗം. റെഡി, 1 2 3. അച്ഛൻ എടുക്കാൻ പോവാണ്. നല്ല വെളു കറ് എന്തൊരു കരിഞ്ഞ മണം. സാമ്പാർ വല്ല അടി പിടിച്ച? അയ്യേ, ഇതെന്താ കറുത്തിരിക്കുന്നേ? വിഷ്ണുട്ടാ, ഇതാരാ? കൊച്ചി രാജാവോ അതോ മലബാർ സുൽത്താനോ അതോ ചെരിഞ്ഞ പിസാ ഗോപുരോ? ഇതെന്തൊരു കേക്കാ വിഷ്ണു അച്ഛാ? അയ്യേ, കറുത്തിരിക്കുന്നു. ഇതെന്തോ എന്താ പറ്റിയേ? ഇനിയിപ്പോ ഓവൻ ചതിച്ചാണോ? ഇനി എന്ത് ചെയ്യച്ചാ? കേക്കും കൊണ്ട് സ്കൂളിൽ ചെല്ലെന്ന് പറയുകയും ചെയ്തു. കേക്ക് വേണം. മക്കളെ, ഈ കേക്ക് കൊണ്ടുപോയാലേ അച്ഛൻ പറഞ്ഞതുപോലെ ശരിക്കും സ്കൂളിലൊരു സംസാര വിഷയോ. ഇതെന്ത് വിചിത്ര കേക്കാണെന്ന രീതിയില്. അതെ, ഇനിയുണ്ടോ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകള്? അല്ല, എനിക്കൊന്ന് കാണാൻ കൊതിയായിട്ടാ. ഇനി എന്ത് ചെയ്യച്ചാ? കേക്കും കൊണ്ട് സ്കൂളിൽ ചെല്ലാന്ന് പറയുകയും ചെയ്തു. പറയച്ചാ. വിഷ്ണുട്ടാ, പാചകം വെറും വാചകമല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സ്ത്രീകളെ സർവേശ്വരൻ ഈ അടുക്കളപ്പണി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? സ്ത്രീകൾക്ക് വേണ്ടുവോളം ക്ഷമയുള്ളതുകൊണ്ട്. പുരുഷന്മാർക്കതില്ല. അതുകൊണ്ടാ കേക്ക് ഉണ്ടാക്കിയപ്പോ പിസാ ഗോപുരവും കുത്തബ് മിനാറും ഒക്കെ കടന്നു വന്നത്. അല്ല, അപ്പൊ എന്താ സാറിന്റെ പ്ലാൻ? നാളെ രാവിലത്തേക്ക് ഇവർക്ക് കൊണ്ടുപോകാൻ കേക്ക് വേണം. പുറത്തുനിന്ന് മേടിക്കും. വീട്ടിലുണ്ടാക്കുന്ന തന്നെ കൊണ്ടുപോണ്ടേ? അതിനിപ്പോ ഈ രാത്രിയില് ഇനിയിപ്പോ ഇത് എവിടെ നിന്ന് കിട്ടുമെന്തോ. കിട്ടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എങ്കിപ്പോ വാങ്ങിച്ചോണ്ടോ അച്ഛാ? കൊണ്ടുവരാം. തല്ലണം എന്തിന്? അല്ല, കൊണ്ടുവരാം. കൊണ്ടുവരേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? നോക്കട്ടെ എന്താ ചെയ്യുന്നെന്ന്. ചേച്ചിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാറിയോ? അച്ഛൻ കേക്ക് കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞല്ലോ. നമുക്ക് നോക്കാം. വാ പപ്പി, അച്ഛൻ എന്താ ചെയ്യുന്നേന്ന് നോക്കാം.
ആശാനാണല്ലോ. ആ ആശാനെ, കമല അത്യാവശ്യം ഒരു കേക്ക് വേണോടാ. ഹ, ഈ രാത്രിയില്ലോ കടകളൊക്കെ പൂട്ടി കാണുമല്ലോ ആശാനെ. എന്റെ പൊന്ന് കമല, ഞാൻ പെട്ടു നിൽക്കുക. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ബേക്കറി കുത്തി പൊളിച്ചിട്ടാണെങ്കിൽ 2 നില കേക്ക് എടുത്തേ പറ്റൂ. ആ എന്നാ ആശാൻ ഇറങ്ങി പുറത്തേക്ക് നിന്നോ. ഞാൻ എന്താ ഓട്ടോ ആയിട്ട് എത്തി. കട തുറപ്പിച്ച് നമ്മൾ കേക്ക് എടുത്തിരിക്കും. ആ ദേ ഞാൻ പുറത്തേക്കാം. ഞാൻ പുറത്തേക്ക്, നീ വന്നാ മതിയേ. ആ വല്ലതും നടക്കൂ? കേക്കൊക്കെ റെഡിയേ. ഇപ്പതേ സൂപ്പർ ഡ്യൂപ്പർ കേക്ക് ഇങ്ങോട്ട് വരും. വിഷ്ണു അച്ഛാ, കേക്കില്ലാതെ നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ലേ? മക്കളെ, കേക്ക് ഇപ്പൊ കൊണ്ടുവരാം. നിന്നെ ഞാൻ ശരിയാക്കി കേട്ടോ. അതെ, അച്ഛനുണ്ടാക്കിയ കേക്കിന്റെ ഒരു കഷ്ണം അറിയാതെ പോലും എടുത്ത് വായിൽ വെച്ചേക്കല്ലേ. എന്താ സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. എന്നാലും എവിടെ ആയിരിക്കും വിഷ്ണുവിന്റെ പാളിച്ച പറ്റിയത്? കൂട്ടിയതിലായിരിക്കോ? കേക്ക് ഉണ്ടാക്കാനായിട്ടെ വിഷ്ണുവേട്ടനെ കൂട്ടുപിടിച്ച് എന്റെ മക്കൾക്ക് അബദ്ധം പറ്റിയത് അല്ലേ മക്കളെ? ആനു, മണ്ടാത്തിമലയില് മണ്ണിടിഞ്ഞ് 12 കുടുംബങ്ങളാ മണ്ണിനടിയിലായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അയ്യോ, ഇപ്പം വിഷ്ണുവേട്ടൻ പുറത്തോട്ട് പോയിരിക്കാണല്ലോ. ഞാനൊന്ന് വിളിക്കട്ടെ. മാഡം, ഞാനിപ്പോ മാഡത്തിന്റെ വീടിനടുത്തുകൂടി വന്നോണ്ടിരിക്കുക. ഞാൻ മാഡത്തിനെ കൂട്ടിക്കോളാം. ഈ സമയത്ത് മാഡത്തിന്റെ പ്രസൻസ് അവിടെ അത്യാവശ്യമാണ്. ശരി, ഞാൻ ഇറങ്ങുക. ആ ശരി മാഡം. അത്യാവശ്യമായിട്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. വിഷ്ണുട്ടൻ ഒന്ന് വിളിക്കട്ടെ. ജയശ്രീ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. വിഷ്ണുട്ടൻ വരുന്നവരെ ഇവിടെ ഉണ്ടാവണേ. ആ ചേച്ചി. വിഷ്ണുട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്നാ പിന്നെ വിഷ്ണുട്ടൻ വരുമ്പോ ജയശ്രീ പറഞ്ഞാ മതി. ഞാൻ പിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. അമ്മേ, ഇപ്പൊ തന്നെ പോണോ? പോണം മോളെ, ജോലിയുടെ ഭാഗമല്ലേ. ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. അമ്മ ഇപ്പൊ പോണ്ട അമ്മേ. വാ ആശാനെ, കടയടച്ചിട്ടില്ല. വാ.